എൻ്റെ പേര് കേശവൻകുട്ടിയാണ്. ഞാൻ ഗ്രീൻ ഹാർവസ്റ്റ് ഫാംസ് എന്ന് പറഞ്ഞൊരു പ്ലാന്റേഷൻ കമ്പനിയുടെ CEO ആണ്. എനിക്കിവിടെ ആർളത്തിൽ ഒരു 25 ഏക്കേഴ്സിൽ വാഴത്തോട്ടമുണ്ട്. അപ്പോൾ അതിൻ്റെ ഇറിഗേഷൻ സിസ്റ്റത്തിന് വേണ്ടി ഞാനിങ്ങനെ പൊതുവെ മാർക്കറ്റിൽ അന്വേഷിച്ചപ്പോൾ പല ആൾക്കാരും പല അഭിപ്രായം പറഞ്ഞു. പക്ഷേ ഒരു റെഫറൻസ് വഴി എനിക്ക് ഗ്രാൻഡ് ഫാം മാർക്കറ്റിംഗ് കോർപ്പറേഷൻ GMC മാനന്തവാടി എനിക്ക് റെഫറൻസ് കിട്ടി. ഉടൻ തന്നെ ഞാൻ അവരെ വിളിച്ചു, അനീഷ് ഫോൺ എടുത്തു, അവരുടെ മാനേജർ. ഉടൻ തന്നെ മൂപ്പര് എന്നെ വിളിച്ചിട്ട് അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എന്നെ സ്പെൽ ഔട്ട് ചെയ്തു. പ്രോഡക്റ്റ് ഇതൊക്കെ ആയിരിക്കും, ഒരു 4 ഇഞ്ചിൻ്റെ പൈപ്പായിരിക്കും, വിച്ച് വിൽ ബി അറൗണ്ട് 500 മീറ്റേഴ്സ്, പിന്നെ 200 മീറ്റേഴ്സ് സൈഡ് വെച്ചിട്ട് ഇങ്ങനെ നോക്കിയിട്ട് മൂപ്പര് ഡിസൈൻ തന്ന് അത് ലാസ്റ്റിൽ ഏൽപ്പിച്ചത് നമ്മുടെ ഷിബുവിനാണ്. ഷിബു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആള് നല്ല പ്രൊഫഷണൽ ടീമാണ് കേട്ടോ. എനിക്ക് കുറച്ച് കൺസേൺസ് ഉണ്ടായിരുന്നു, ഇതെങ്ങനെ ലേ ചെയ്യുന്നു, അതിൻ്റെ ലേ ഔട്ട് എങ്ങനെയാണെന്ന്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ എൻ്റെ ഫാമാണ്, ആർളം ഫാർമിംഗ് കോർപ്പറേഷൻ. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ 4 ഇഞ്ച് മെയിൻ ട്രങ്ക് ഇവിടെ വന്നിട്ട് നേരെ അത് പോകുന്നത് നമ്മുടെ പമ്പ് ഹൗസിലേക്കാണ്. ഈ ട്രഞ്ചെല്ലാം മൂപ്പര് ഷിബു ആൻഡ് ഹിസ് ടീം, രാഹുൽ ആൻഡ് കൃഷ്ണൻ, ഓക്കെ, ബോത്ത് ഓഫ് ദം, അതിൽ 3 പേരും പ്രൊഫഷണൽ രീതിയിൽ അവർ ചെയ്തത്. എന്ത് സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പർട്ടിക്കുലർ പൈപ്പ് ഇട്ടിരിക്കുന്നത് ഒരു വെൽഡിങ്ങിലോ ഒന്നുമില്ല, എല്ലാം ഫ്യൂഷൻ വർക്കിലാണ്. ഇതൊരു വാൽവാണ്, വാൽവ് 1, വാൽവ് 2. ഇത് മെയിൻ ട്രങ്ക് ഇങ്ങനെ വന്നിട്ട് ഇത് ഈ ഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യാപ്പുണ്ട്. ഈ 2 ക്യാപ്പ് അങ്ങോട്ട് ഊരിക്കഴിഞ്ഞാൽ മൂപ്പര് ആ ഒരു യന്ത്രമുണ്ട് അവർ കൊണ്ടുവന്നത്. ഓക്കെ, പക്ക പ്രൊഫഷണലായിരുന്നു. നേരെ 1 മിനിറ്റും ഉണ്ട്, മാക്സിമം പോയി കഴിഞ്ഞാൽ ഹിറ്റിക്കുള്ളി അറൗണ്ട് 7 to 10 minutes അതങ്ങോട്ട് ഫ്യൂസ് ചെയ്തു. ഈ ഫ്യൂഷൻ്റെ എന്താ ഗുണമെന്നറിയോ? പെർഫെക്റ്റ് ആയിരുന്നു, ഒരു അനക്കമില്ല, ഒന്നുമില്ല, ഒരു തുള്ളി വെള്ളം പോലും അതിൻ്റെ ഡ്രോപ്പ് ഇത് ഒരു ലീക്ക് ഒന്നുമില്ല. സിമിലർലി ആ വാഷറും ഫ്ലാഞ്ചും അത് മൂപ്പർ ചെയ്തിരിക്കുന്നത് പറയാതിരിക്കാൻ വയ്യ. ഐ റിയലി അപ്രീഷിയേറ്റ് വാട്ട് ഹീസ് ഡൺ. ഓക്കെ, ആൻഡ് മൂപ്പർ തന്നിരിക്കുന്ന സപ്പോർട്ടും മൂപ്പർ പേഷ്യൻ്റായിട്ട് ഓരോ കാര്യങ്ങൾ എൻ്റെ നിന്ന് കേട്ട് എൻ്റെ എന്തൊക്കെയായിരുന്നു കൺസേൺസ് നല്ല രീതിയിൽ ഒരു വെരി ഗുഡ് ലിസണറായിരുന്നു. ആൻഡ് ഉടൻ തന്നെ മൂപ്പർ എന്ത് ചെയ്തു, അതിന് അപ്പം തന്നെ പരിഹാരം തന്നു. ഓക്കെ, പിന്നെ മൂപ്പർ എന്ത് ആവശ്യമുണ്ടെങ്കിലും അപ്പോൾ അത് ഫുൾ ഔട്ട് ഓഫ് ദി സപ്പോർട്ടാണ്. അഡീഷണൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അതിലൊക്കെ മൂപ്പർ ഫുൾ സപ്പോർട്ട്. ദിസ് ഇസ് വാട്ട് ഐ അപ്രീഷിയേറ്റ് ദ ഫ്യൂഷൻ. ആ ഫ്യൂഷൻ ചെയ്തിരിക്കുന്ന വർക്ക് അത് ടു ബി ഓണസ്റ്റ് ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം ഇങ്ങനെ ഫ്യൂഷൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത് ഞാൻ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഐ റിപ്പീറ്റ് അഗെയിൻ. ഇത് എവിടെ ഒരു ഫ്യൂഷൻ ഉണ്ട്, ഇങ്ങനെ 4 ഇങ്ങനെ വരുമ്പോൾ ഈ 2 ട്രങ്കാണല്ലോ. അപ്പോൾ ഇത് പറയാൻ കാരണം ഈ മെയിൻ ട്രങ്ക് ഇത് ഇവിടെ പോവും, ആൻഡ് ഇതിൽ കൂടെയാണ് ക്വിക്ക് കണക്ട് പോകുന്നത്. ആ മറ്റേ 4 ഇഞ്ചിൻ്റെ മെയിൻ ട്രങ്ക് പോയി കഴിഞ്ഞാൽ ഇത് സബ് പോകുന്നത് ക്വിക്ക് കണക്ട്. ഓക്കെ, അത് നേരെ എൻ്റെ ഓരോരോ വാഴ 25 ഏക്കേഴ്സ് ആണല്ലോ. ഓക്കെ, ടോട്ടലി 500 മീറ്റേഴ്സ് ഓഫ് ദി മെയിൻ 4 ഇഞ്ച്, ആൻഡ് അത് കഴിഞ്ഞിട്ട് ക്വിക്ക് കണക്ട് 3 ഇഞ്ചിൻ്റെയാണ്. വണ്ടർഫുൾ ജോബ് ആയിട്ടാണ്. ആൻഡ് നൗ ദിസ് ജസ്റ്റ് ഒരു ബ്രീഫ് എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ഞാൻ മൂപ്പരെ ഇത് അപ്രീഷിയേറ്റ് ചെയ്യും. ഐ റിയലി വിഷ് ഹിം ഓൾ സക്സസ് ഫോർ ഹിസ് ഫ്യൂച്ചർ എൻഡവേഴ്സ്. പിന്നെ വേറെ ഇനി പറയാണ്ട്, ആ മോട്ടർ പെട്ടെന്ന് എനിക്ക് ബേസിക്കലി ആ ഉള്ള ഡിസ്ചാർജ് കിട്ടിയില്ല. ഉടൻ തന്നെ സ്റ്റാൻഡ് ബൈ ആയിട്ട് അവർ വന്നു. അവർ ഭയങ്കര പ്രോ ആക്റ്റീവ് ആയിരുന്നു. ദറ്റ് ഇസ് വാട്ട് ഐ ലൈക്ഡ് ഇൻ ഹിം. അതായത് എന്തെങ്കിലും പറ്റിയ ശേഷം മൂപ്പർ കിടന്ന് ഓടില്ല, സ്റ്റാൻഡ് ബൈ ഇതുണ്ടായിരുന്നു. അത് അനീഷും സപ്പോർട്ട് ചെയ്തു മൂപ്പർ, അവരുടെ മാനേജർ മാനന്തവാടിയിൽ നിന്ന് ഫോണിൽ കൂടെ എല്ലാം ചെയ്ത് ഉടൻ തന്നെ അത് റീപ്ലേസ് ചെയ്തു. പർട്ടിക്കുലർ ഇത് അതേ ഇപ്പോൾ കാണിച്ചു തരാം. അത് അപ്പുറത്തുണ്ട്, അത് പമ്പ് ഹൗസാണ്. പമ്പ് ഹൗസ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ജസ്റ്റ് 5 minutes ഞാൻ നടന്ന് എത്തട്ടെ. നേരത്തെ പറഞ്ഞ ആ പമ്പ് കാണിക്കാൻ പറ്റും മൂപ്പർ റീപ്ലേസ് ചെയ്തേ. പക്ഷേ അതിനു മുമ്പ് ജസ്റ്റ് ഈ പർട്ടിക്കുലർ 4 ഇഞ്ചിൻ്റെ പൈപ്പ് ഉണ്ടല്ലോ, 10 kg ജെയിൻ്റെ ആ പമ്പ്, ആ പൈപ്പ് നേരെ ട്രഞ്ച് ചെയ്തിട്ട് അവർ തന്നെ ഒരു 2-3 പേരും, രാഹുൽ, കൃഷ്ണൻ ആൻഡ് ഷിബു, അവർ ഔട്ട് ഓഫ് ദി സ്കോപ്പ് ഓഫ് വർക്കാണ്. എന്നിട്ട് പോലും മൂപ്പർ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട് കംപ്ലീറ്റ് കാര്യം ട്രഞ്ച് ഡിഗ് ചെയ്തിട്ട് മൂപ്പർ നേരെ പൈപ്പ് നമ്മുടെ എവിടം വരെ എത്തിച്ചു, നമ്മുടെ പമ്പ് ഹൗസ് വരെ. ഇപ്പോൾ പമ്പ് ഓണാണ്. ഇപ്പോൾ ഞങ്ങൾ ബേസിക്കലി വാഴ നനച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതുപോലെ ജെറ്റായിക്കോട്ടെ, റെയിൻ ഗണ്ണായിക്കോട്ടെ, അതുമാണെങ്കിൽ നല്ല പെർഫോമൻസാണ്. നല്ല പറയാതിരിക്കാൻ വയ്യ കേട്ടോ. ഇതാണ് വെരി പ്രൊഫഷണൽ. ഇതാണ് പൈപ്പ്. ഇത് നേരത്തെ പറഞ്ഞ മറ്റേ ഫ്യൂഷൻ കേട്ടോ. ഫ്യൂഷൻ ഇതിട്ടിങ്ങനെ ആ പ്രഷർ ഗേജ് ആയാലും മൂപ്പർ മെറ്റിക്കുലസ്ലി നല്ല ശാന്തമായിട്ട്, അത് വെൽഡിങ്ങിന് നല്ലൊരു പാടായിരുന്നു. അത് മൂപ്പറുന്നത് നല്ലോണം ക്ഷമേനെ അത് പ്രൊഫഷണലി മൂപ്പർ ഇത് ചെയ്തു. അതുപോലെ ഈ പൈപ്പിൻ്റെ ഇടയ്ക്ക് ഈ കംപ്ലീറ്റ് ഫ്ലാഞ്ചസൊക്കെ പോയിരിക്കുകയായിരുന്നു. ഇതൊരു പഴയ ഒരു ഇതായിരുന്നു. അതൊരു ശരിക്കും കഷ്ടപ്പെട്ടു, ഒരു ഹാഫ് ഡേ കഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മോട്ടറുണ്ടല്ലോ, ആ മോട്ടർ വർക്ക് ചെയ്തിരിക്കുകയാണ്. ഇത്
ഉണ്ടായിരുന്ന പഴയ മോട്ടർ വെക്കുന്നുണ്ടായിരുന്ന പുതിയ മോട്ടർ ഒരു ഉടൻ തന്നെ ഒരു ഓൺ ദ സ്പോട്ടിൽ അത് ഈ പഴയ മോട്ടർ ഇതൊന്നത് വിതിൻ സെക്കൻഡ്സ് അത് ഇടയ്ക്ക് ഫ്ലാഞ്ചൊക്കെ കൺസേൺസ് ഉണ്ടായിരുന്നു. അത് കംപ്ലീറ്റ് മൂപ്പർ തന്നെ ഒരു മൂവബിൾ ഓഫീസായിരുന്നു. വെൽഡിങ് ആയിക്കോട്ടെ, അതിൻ്റെ ലേത്ത് വർക്ക്സ് ആയിക്കോട്ടെ, എല്ലാം മൂപ്പർ ഓൺ ദ സ്പോട്ടിൽ അപ് ടു ദ ഫുട് വാൽവ്. നേരെ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ വാട്ടർ സോഴ്സ് അപ്പുറത്തൊരു പുഴയാണ്. ആ ഫുട് വാൽവ് പോലും മൂപ്പർ ഒരു ടേൺ കീ പ്രോജക്റ്റ് ആയിരുന്നു. ഓക്കെ, സപ്ലൈ, ഇൻസ്റ്റലേഷൻ, ടെസ്റ്റിംഗ് ആൻഡ് കമ്മീഷനിങ്. I really appreciate what he has done, and I wish Shibu and his team all the best for their future endeavors. എന്തെങ്കിലും ഉണ്ടെങ്കിൽ I'll be 100% I'll be recommending GMC. Okay, wonderful job, Shibu and team.